ആചാരപ്പെരുമയും പ്രൗഢിയും നിറഞ്ഞതായിരുന്നു പാറമേക്കാവ് ഭഗവതിയുടെ പൂരം എഴുന്നള്ളത്ത്. ക്ഷേത്രത്തിലെ പതിവ് ആചാര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12ഓടെയാണ് പാറമേക്കാവ് വിഭാഗത്തിന്റെ പൂരം പുറപ്പാട് ആരംഭിച്ചത്. ചെറിയ പാണി കൊട്ടിയാണ് ഗജരാജപ്പുറമേറിയ ഭഗവതിയെ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. തെക്കിന്റെ തേവരായ സാക്ഷാൽ കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിനായിരുന്നു ഭഗവതിയുടെ തിളമ്പേറ്റാൻ ഇക്കുറി നിയോഗം. കന്നി അവസരം കൂടിയായിരുന്ന ശിവരാജുവിന്റെ പുറമേറി ഭഗവതി ക്ഷേത്ര ഗോപുരം വഴി പുറത്തേക്ക് എഴുന്നള്ളിയതോടെ തട്ടകക്കാരും പൂരപ്രേമികളും ആവേശത്തിലായി. ഗോപുരത്തിനു മുന്നിൽ അണിനിരന്ന 14 ഗജവീരന്മാർക്കൊപ്പം ഭഗവതിയുടെ തിടമ്പുമായി തൃക്കടവൂരും അണിചേർന്നതോടെ പൂരാവേശം ഇരട്ടിച്ചു. തുടർന്ന് എഴുന്നള്ളത്തിന്റെ പ്രധാന ആകർഷണമായ ചെമ്പടമേളത്തിന് തുടക്കമായി. മേളക്കുലപതി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ നടന്ന നാദലഹരിയിൽ പൂരനഗരി അലിഞ്ഞു. മേളത്തിനൊപ്പം നടന്ന കുടമാറ്റം പൂരച്ചന്തം വിളിച്ചോതുന്നതായി. ചെമ്പട കൊട്ടിക്കലാശിച്ച് പിന്നീട് പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെയായിരുന്നു പാറമേക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിയത്. പാറമേക്കാവ് ക്ഷേത്രത്തിന് അഭിമുഖമായി നിലകൊള്ളുന്ന വടക്കുംനാഥന്റെ കിഴക്കേ ഗോപുരം വഴിയാണ് ഭഗവതി മതിൽക്കെട്ടിനകത്തേക്ക് കടന്നത്. തുടർന്ന് വടക്കുംനാഥനെ വലം വെച്ച് പാറമേക്കാവിലമ്മയുടെ മൂലപ്രതിഷ്ഠയെന്ന് കരുതുന്ന ക്ഷേത്രത്തിലെ ഇലഞ്ഞിമര ചുവട്ടിലേക്ക് എഴുന്നള്ളി. ഇതോടെയാണ് വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറമേളത്തിന് തുടക്കമായത്. TCV തൃശൂർ.